അടുത്തേക്ക് എനിക്കിപ്പോ ഓടിച്ചെല്ലാൻ പറ്റില്ല. അതേസമയം മീനാക്ഷിയും കാർത്തിക് അവിടെ എത്തും. മൈഥിലിയെ ഉടനടി പിടികൂടും. അടി കൊടുത്ത് വീണ്ടും പറഞ്ഞു വിടും. കൂട്ടുനിന്നതിന്റെ പേരിൽ എന്നെ പിടിച്ച് ജഗദീശേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കും. അയാൾ എന്നെ ഇവിടം തൊട്ട് തല്ലി എന്റെ വീട്ടിൽ കൊണ്ടാക്കും. ഷോ, ആ നരകത്തിൽ എന്റെ അന്ത്യം. ഷോ, എന്റെ തരിയുടെ ദൈവങ്ങളെ, എന്തെങ്കിലും ഒരു ഉടായ്പ പറഞ്ഞതാ. ഷോ, കിട്ടി. ഇതേ മാർഗമുള്ളൂ. അയ്യോ, ഓടിവായോ, എന്റെ നാട് പോയേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ, എന്താ പറ്റി? അയ്യോ അയ്യോ അയ്യോ, എന്താ പറ്റി? ദൈവമേ, അവരിത്രയും പെട്ടെന്ന് വന്നോ? എന്നെ പിടികൂടുമല്ലോ. എന്താ ഇവിടെ? അയ്യോ, ഒന്ന് വേഗം വാ രാജലക്ഷ്മി. എന്റെ കൈമളേട്ടാ, എനിക്ക് അങ്ങനെ ഓടാൻ പറ്റില്ല. കാൽമുട്ടിന് വേദനയാ. എന്താ പറ്റിയേ? അയ്യോ, എന്റെ നെട്ടും ബോൾട്ടും പോയേ. അറിയാതെ ചെറിയമ്മേ. അയ്യോ, എഴുന്നേക്ക്. അയ്യോ, എനിക്ക് പറ്റുന്നില്ലേ. മോളെ തല ഇടിച്ചോ? അയ്യോ, എങ്കിൽ എത്ര ഭേദമായിരുന്നു അച്ഛാ. ഇതിപ്പോ എന്റെ നടുവാ ഇടിച്ചത്. അയ്യോ, ആ കസേരയിലോട്ട് ഇരുത്തവളെ. അയ്യോ, അങ്ങോട്ട് ഇരിക്കും. പതിയെ മീനാക്ഷി. അയ്യോ അയ്യോ, എന്റെ നടു. ഓ, അവളാ മുറിന്ന് ഇറങ്ങിക്കാണൂ. അയ്യോ, എന്റെ നടുവേ. അയ്യോ, എന്റെ കാലിന്റെ കുഴയും തെറ്റിയേ. കാലും അടിഞ്ഞു കാണും. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ കുഞ്ഞമ്മായി? ഒരു ഓർത്തേ കാണിക്കാം. അയ്യോ, ഓർത്തേ വേണ്ട, കീർത്തിയും വേണ്ട. അയ്യോ, കുഴമ്പിട്ടും തിരുമിയാ മതി. അത് കൊള്ളാച്ചാ. ആ കുഴമ്പിട്ട് തിരുമ്പുമ്പോ കൊറേ നേരം പോയി കിട്ടും. അവൾക്ക് അവിടെ നിന്ന് മാറാനും നേരം കിട്ടും. അയ്യോ മോളെ നന്ദിനി, വേഗം കുഴമ്പെടുത്തോണ്ട് വാ. അയ്യോ, കുഴമ്പ് എന്റെ മുറിയില്ല മുത്തശ്ശി. അയ്യോ, കുഴമ്പൊന്നും വേണ്ടായേ. വല്ല വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഇട്ട് തിരുമിയാ മതിയേ. കുഴമ്പിരിക്കുമ്പോ വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ എന്തിനാ? മോൾ ഓടിച്ചെന്ന് കുഴമ്പെടുത്തിട്ട് വാ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോ അയ്യോ, എന്റെ അമ്മോ. അയ്യോ, എന്റെ കാലേ, എനിക്ക് വയ്യേ. എന്റെ നടു പോയേ. അയ്യോ അയ്യോ, വേദന കൊണ്ട് ഞാൻ പൊളയാണേ. അയ്യോ, ആ മുകളിൽ കൊലവിളി നിലവിളി ഒന്നും കേൾക്കുന്നില്ലല്ലോ ദൈവമേ. ഈശ്വരാ, ഓ, കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരിക്കും. അയ്യോ, എന്റെ നടുവേ, എന്റെ കാലേ. നീ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് നിലവിളിക്കാതെ എന്റെ മാലതി. അയ്യോ, എന്റെ കാലേ. കയ്യോ കാലോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇവരെ കൊണ്ടുപോയി.
അയ്യോ, ഞാൻ അനുഭവിക്കുന്ന മനോവേദന അമ്മയ്ക്ക് അറിയില്ലല്ലോ. അയ്യോ. അപ്പോ മനോവേദനയാണോ മാലതിക്ക്? കാലുവേദനയല്ലേ? അ- അം- അ- അ- അയ്യോ, കാലൊടിഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടും മനോവേദനയിലെത്തി. അയ്യോ. ആ. ഈ കുഴമ്പൂര് പോയോളേ കോയമ്പത്തൂർ പോയിരിക്കാണോ? കൊലപാതകം നടക്കേക്ക് ഈശ്വര. അയ്യോ, എനിക്ക് വയ്യേ, എന്റെ കാല്. ആ ആ ആ, ഒന്നും കൊല നടന്നിട്ടില്ല. അയ്യോ, ഇതാണ് കുഴമ്പ്. എന്റെ കാലേ. കാലിങ്ങോട്ട് നീട്ട് മാലതി. അയ്യോ, ആ നന്നായിട്ട് തിരുമ്മി കൊടുത്തു. അയ്യോ, ആ, അയ്യോ. ഒരാപത്ത് വന്നാലേ കൂടപ്പറപ്പിനെ പോലെ ഇവിടെ ഉണ്ടാവും. ആപത്ത് മാറിക്കഴിയുമ്പോ ഇവക്കിട്ട് പാരയും വെക്കും. ശ്ശോ, അയ്യോ, പാര വെക്കുന്നവര് വയ്ക്കട്ടെ കൈമളേട്ട. ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ ആരെ പാരയൊന്നും വെക്കുന്നില്ല. അയ്യോ, എന്റെ കാലേ. ആ. വെറുതെ ഞാൻ നടുതല്ലി വീണു. മൈത്രി പുഷ്പം മൂലം രക്ഷപ്പെട്ടു. മതി നന്ദിനിടത്തി. നന്ദിനിടത്തിയുടെ കൈ തന്നെ ഒരു മെഡിസിൻ. ഓ ഒറ്റ തിരുമൽ തന്നെ വേദന പോയി. ഏട്ടത്തിയുടെ അമ്മ ഏട്ടത്തി ഇരട്ട പറ്റതാണോ? ഇരട്ട പറ്റതോ? ആ, ഇരട്ട പെറ്റ രണ്ടുപേരിൽ ഒരാൾ തിരുമിയാൽ വേദന പോകുമെന്ന ഒരു പഴമൊഴി. പഴമൊഴി എന്താണെങ്കിലും ഇവൾ നിനക്കിട്ടൊന്ന് താങ്ങിയതാ. അച്ഛാ, എന്തെങ്കിലും ചെയ്യട്ടെ, ചെയ്യുന്നവർക്ക് തന്നെ അനുഭവം കിട്ടും. കുഞ്ഞമ്മായിയുടെ വേദനയൊക്കെ മാറിയല്ലോ. സാരമില്ലട മോനെ കാർത്തി. കാർത്തിയേട്ടാ, നമ്മൾ പോയപ്പോ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലേ പോയത്? അതെ, എന്താ മീനാക്ഷി? അല്ല, ഞാൻ കുഴമ്പെടുക്കാൻ ചെല്ലുമ്പോ മുറി തുറന്നു കിടക്കുന്നു. അതെങ്ങനെ? ആ അതെ, അതിവിടെ പുതിയൊരു സ്വീപ്പർ ഉദയം ചെയ്തു. സ്വീപ്പറോ? ആ ശ്രീമതി മൈഥിലി. അവളെന്തിനാ ഞങ്ങളുടെ മുറി കയറിയത്? അവൾ ആ മുറി മാത്രമല്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന്റെ വിശേഷമായി ഇപ്പൊ ഇവിടെ കണ്ടത്. മാലതി അടിതെറ്റി വീണു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്ത് പറ്റി മീനാക്ഷി? നിന്റെ മുഖം എന്താ പെട്ടെന്ന് വാടിയത്? കാർത്തിയേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ടെൻഷൻ? തുറന്ന് പറയ്. നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോ ആ മൈഥിലി സ്വീപ്പറായിട്ട് വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ തരികടയുണ്ട്. വാട്ട്? അവൾ ഇടയ്ക്കിടെ നമ്മുടെ മുറിയിൽ കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഡ്രസ്സ് വിട്ട് നമ്മുടെ മുറി നിന്നില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ സംഗതി സംതിങ് റോങ്. അവൾ എന്തിനാ നമ്മുടെ മുറിയിൽ ഇങ്ങനെ ഒളിച്ചു കിടക്കുന്നത്? അത് എന്തിനാണെന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. പക്ഷെ എന്തിനാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും, തീർച്ച. എന്താ ബാബു? ബാബുന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല സാറേ, കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാ. അങ്ങനെ സമൂഹം കാണുന്നത്. സത്യത്തിൽ ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാണോ ബാബു? ഒരിക്കലും അല്ല. പക്ഷെ ഉള്ളത് പറയാലോ, ഞാനൊരു ക്രിമിനൽ തന്നെയാ, പക്കാ ക്രിമിനൽ. എന്തായാലും ബാബു ഇത് തുറന്നു പറഞ്ഞല്ലോ, അതും ഒരു സന്മനസ്സാണ്. നമ്മൾ ഒരേ സെല്ലിൽ ഒത്തിരി നേരം കിടന്ന് പരസ്പരം പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണോ സാറേ? ഞാൻ പല പ്രാവശ്യം സാറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു.
അപ്പോഴൊക്കെ സാറ് ഈ സോറി ബാബു, ഞാൻ അപ്പോഴൊക്കെ പലതരം വിഷമങ്ങളിലായിരുന്നു. ഓരോന്ന് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടം. ആം, സാറിനെ അല്പം മുമ്പ് കാണാൻ വന്നില്ലേ കാർത്തിക് സാറ്? കാർത്തിക് സാറ് സാറിൻ്റെ ആരാ? കാർത്തികിനെ ബാബു അറിയൂ? അറിയാമോ ഒന്ന്? സാറേ, ഞാൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവോ കുറ്റവാളിയോ അല്ല സാറേ. ഞങ്ങൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയാതിരിക്കുന്നില്ലല്ലോ. ഈ കാർത്തിക് സാറ് ജയറാം സാറിൻ്റെ ആരാ? കാർത്തിക് എൻ്റെ അനന്തരവനും മകളുടെ ഭർത്താവുമാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല ബാബു ഇതിനകത്ത് കിടക്കുന്നത്. എന്നെ കുറ്റക്കാരനാക്കിയതാ വ്യക്തിവൈരാഗ്യം. സാറ് സാറിൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറയുന്നത്? എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ബാബു. അത്ര ഒരു മനസ്സല്ല എൻ്റേത്. പിന്നെന്താ ഉണ്ടായി സാറേ? എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ബാബുവിനോട് ഞാനത് പറയാം. അത് ഞാനെങ്ങനെ അറിയാനാ? എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ കോണ്ടാക്ട് ഉണ്ട് അല്ലേ? സാറിൻ്റെ മുഖം കണ്ടാലറിയാം സാറിന് ഒരു കുറ്റം ചെയ്യാൻ പറ്റില്ലെന്ന്. സാറിൻ്റെ മുഖത്തിന് തന്നെ എന്തൊരു വെളിച്ചമാ. ആ ദൈവാനുഗ്രഹം മുഖത്ത് കാണും സാറേ. പക്ഷേ ദൈവം ശപിച്ചല്ലോ സാറേ. പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഒരു കൊട്ടേഷൻ ടീം എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഇന്റലിജൻസ് വഴി വിവരം ചോർത്തി അന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ മരുമകൻ കാർത്തിയായിരുന്നു. ഓ, ഒരിക്കൽ കൂടി സാറിനെ മരുമോൻ രക്ഷിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് സാറിനെ കൊല്ലാനാ. വലിയ പോലീസ് ഏമാന്മാരുടെ അറിവോടുകൂടിയ സാറേ എന്നെ കൊട്ടേഷൻകാരനാക്കി ഇതിനകത്തിട്ടിരിക്കുന്നത്. ബാബു, പക്ഷേ സാറിനെ ഞാൻ കൊല്ലില്ല. പല പ്രാവശ്യം ഞാൻ കൊല്ലാൻ ഒരുങ്ങിയതാ. പക്ഷേ എനിക്ക് കഴിയില്ല സാറേ. പലരെയും കൊന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല സാറേ. എനിക്കൊരു ആത്മബന്ധം പോലെ. പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിലും സാറിവിടെ സുരക്ഷിതനല്ല. എൻ്റെ സ്ഥാനത്ത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വരും. സാർ എത്രയും പെട്ടെന്ന് ഈ വിവരം കാർത്തിക് സാറിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ സാറിൻ്റെ ജീവൻ അപകടത്തിലാണ്.
സംഭവിക്കാനുള്ളത് സംഭവിച്ചോട്ടെ ബാബു. കാലപുരുഷന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്യാൻ തീരുമാനമായെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ശുഭനിദ്ര, ശുഭരാത്രി. ജമാലെ, എന്താ ഇത് സെൽ നമ്പർ 13 കൊണ്ടു കൊടുക്ക്. ഇത്രയും നല്ല അച്ഛനമ്മമാരുണ്ടായിരുന്നിട്ടും തങ്കം പോലൊരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും സാറ് രണ്ടാമതൊരു വിവാഹത്തിന്. എനിക്കറിയില്ല ബാബു. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവത്തിൻ്റെ പേരിൽ ഞാൻ പഴി ചാരുകയല്ല, സ്വയം ന്യായീകരിക്കുകയോ ശുദ്ധീകരിക്കുകയോ അല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു വലിയ പങ്കുള്ളതുപോലെ അതിൻ്റെയൊക്കെ കാരണക്കാരൻ ദൈവം തന്നെയാണെന്നൊരു തോന്നൽ. എനിക്കെൻ്റെ ജീവനായിരുന്നു എൻ്റെ ദേവി, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. അവളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വിവരിക്കാനുള്ള വാക്കുകൾ എനിക്കറിയില്ല. എന്നിട്ടും ഞാൻ എന്താടാ ഇത്? ഞാൻ മാധുരിയെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇത്രയും നല്ലവനായ സാറിന് ഇതെങ്ങനെ പറ്റി സാറേ? നല്ലതും ചീത്തയൊന്നുമില്ല ബാബു, സാഹചര്യങ്ങളായിരുന്നു വില്ലൻ. അതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. മനുഷ്യർ പല സിറ്റുവേഷനുകളിലും വികാരജീവികളാകരുത്, വിവേകശാലികളായി മാറണം. പക്ഷേ അതിനും ദൈവത്തിൻ്റെതായൊരു നീതിയുണ്ട്. എൻ്റെ ദേവിക്ക് കുട്ടികളുണ്ടാവില്ല, അവൾക്ക് ഞാനൊരു മകളെ കൊടുക്കണം. അതിന് ദൈവം ഒരുക്കിയതല്ലേ സത്യത്തിൽ മാധുരിയെ. ഒരു സത്യം ഞാൻ പറയാം, ദൗർബല്യങ്ങളെ പറ്റിയിട്ടുണ്ടാവാം, പക്ഷേ ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല.